തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നു. അയാൾ വന്നിട്ട് സി എമ്മിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളെ ട്രൗസർ കേസിൽ നല്ലോണം ഫേസിൽ പൈസ ഉണ്ട്, ഉള്ളിലാണ്. അപ്പം സി എം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ നേരം അയാളോട് പറഞ്ഞ് ഒരു പൈസക്ക് ചില്ലറ വേണമെന്നാണ്. 500 റുപ്യൻ്റെ ഒരു നോട്ടാ, ചില്ലറ വേണം. അപ്പം അയാൾ പറഞ്ഞു എൻ്റെ ഒരു പൈസ ഇല്ല ഉസ്താദ്, ഞാൻ ബസ്സിന് പോകാൻ പറ്റിയ ചെറിയ പൈസ ഉള്ളൂ, ഞാൻ വാങ്ങി പോയിക്കോന്നാണ്. അങ്ങനെ അയാൾ ബസ്സിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ആ പേഴ്സും പൈസ ഇല്ല, പേഴ്സും പൈസയും കാണുന്നില്ല, ട്രൗസറിലില്ല. പൈസ ചില്ലറ ചോദിച്ചപ്പോ പറഞ്ഞ് എൻ്റെ പൈസ ഇല്ല, ചില്ലറ തരാൻ പൈസ ഇല്ല, എൻ്റെ ബസ്സിന് കൊടുക്കാനുള്ള ചെറിയ പൈസ ഉള്ളൂ. അങ്ങനെ ഈ പോയിക്കോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ പോയതാ. പോയി അങ്ങാടി പോയി ട്രൗസറിന് കീസയിൽ നോക്കുമ്പോൾ പേഴ്സും ഇല്ല, പൈസയില്ല. പേഴ്സ് ട്രൗസറിന് കീസയിലുള്ള പേഴ്സും ഇല്ല, പൈസയില്ല. അങ്ങനെ അയാൾ ഓടി വന്നിക്കുന്നു, അതേ എൻ്റെ പൈസ കാണുന്നില്ല, എൻ്റെ പൈസ കാണുന്നില്ല. അതെന്റെ പൈസ കാണില്ല. അപ്പൊ സി എം ചോദിച്ചല്ലോ, എന്നോട് ഞാൻ ചില്ലറ ചോദിച്ചിട്ട് ഇനി പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞ്. അത് ഞാൻ അങ്ങനെ പറഞ്ഞു തരാം ഉസ്താദേ, എൻ്റെ പേഴ്സും പൈസയും കാണുന്നില്ല. അങ്ങനെ സി എമ്മിന്റെ തലയാണ്ട് തൊട്ടുന്ന പേഴ്സും പൈസയും എടുത്തു കൊടുത്തു. സി എം ഇനി മേൽ നീ കളവ് പറയരുത്, മേലാൽ നീ കളവ് പറയരുത്. അതൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചാ? അതൊക്കെ ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. നേരിട്ട് കണ്ടതാണ്. പ്രിയമുള്ളവരെ, മനസ്സിലായോ? സി എം മടവൂരിനോട് കളവ് പറഞ്ഞ ഒരാള്, ആ കളവ് പറഞ്ഞ ആള് യാത്ര പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ അയാളുടെ പോക്കറ്റ് അടിച്ചു എന്ന് പറയുന്നത്. കളവ് പറഞ്ഞത് വലിയ തെറ്റായിട്ടാണ് ഇവര് പറയുന്നത്. എന്നാൽ ഒരു മനുഷ്യന്റെ പോക്കറ്റ് കിടക്കുന്ന അണ്ടർ ഡ്രയറിൽ കിടക്കുന്ന പേഴ്സ് പോക്കറ്റ് അടിച്ചതോ? അത് നിൽക്കട്ടെ. അതിനു മുമ്പ് ഈ കാലഘട്ടം ഒന്ന് ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. 1990 മറ്റോ ആണ് സി എം മടവൂര് മരിച്ചു പോണത്. ഈ മരിച്ചു പോകുന്നതിന് വെറും 3 വർഷം മുമ്പെയാണ് 500 രൂപയുടെ കറൻസി ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കുന്നത്. 1987 മുൻപ് 500 രൂപയുടെ ഇന്ത്യൻ കറൻസി ഇല്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഇനി ആ 87 ശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കള്ളം പറയുന്ന ആ ഒരു കാര്യം അത് വലിയ ഒരു തെറ്റായിട്ട് ഇവർ പറയുമ്പോൾ പോക്കറ്റിലുള്ളത് അത് പോക്കറ്റ് അടിക്കുന്നത് അത് തെറ്റല്ലേ? ഒരു ഔലിയാക്ക് പറ്റുന്ന പണിയാണോ അത്? അണ്ടർവെയറിൽ ഇരിക്കുന്ന പേഴ്സ് അടക്കം ഉള്ള പൈസയൊക്കെ പോക്കറ്റ് അടിക്കുക എന്നുള്ളത്. ഇനി ആ മനുഷ്യന്റെ മരണപ്പെട്ടതിന് ശേഷം മറവ് ചെയ്ത ആ മഖാമിൽ ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്തപ്പോ ഉടൻ തന്നെ അതിന് സി എം മടവൂര് മറുപടി കൊടുത്തു, ദുആക്ക് ഉത്തരം കൊടുത്തു, ഇജാബത്ത് കൊടുത്തു എന്ന് പറയുന്ന ഈ മടവൂർ കാഫിലക്കാരന്റെ തന്നെ ഇപ്പൊ ഇറങ്ങിയ ഒരു വീഡിയോ കൂടി ഉണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. അങ്ങനെ ഞാൻ മടവൂര് മക്കാമിൽ വന്നിട്ട് ആ വിഷമം ഇങ്ങനെ ശൈഖുനായോട് പറയാം. ഇത്രയും പൈസ ചെലവാക്കി വന്നതാണല്ലോ, പക്ഷെ ആരുടെയും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പ്രയാസം ഇങ്ങനെ പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പേ അവിടുന്ന് മറുപടിയാണ്. നിങ്ങൾ നേരെ വന്ന് എന്റെ കൈ, നിങ്ങൾ വന്ന് എന്റെ അടുത്ത് വരിക, എന്റെ കൈ പിടിക്കുകയും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയും, കുറഞ്ഞ ഒരുപാട് കൊല്ലത്തെ പരിചയവും നിങ്ങളുടെ അനുഭവങ്ങളും നമ്മളോട് നിന്ന് പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. പിന്നെ വല്ല സന്തോഷാണ് അല്ലേ? അവിടെ വന്നിട്ട് മടവൂർത്തപ്പാ എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടില്ലേ, എനിക്കൊരു കണ്ടന്റും കിട്ടിയിട്ടില്ലേ, നിങ്ങളൊരു കണ്ടന്റ് കൊടുന്നു തരേന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ മടവൂര് ഒരു കാക്കാനെ, തൊപ്പിണ്ട്, ഒരു താടിയുണ്ട്, ആ കാക്കാനെ അപ്പൊ തന്നെ വിട്ടിക്കാണ്. എന്തിന്? നുണ അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ ബാക്കി നുണകളായ നുണകള്, മാല, പടക്കങ്ങള് അത് പുറകെ വരുന്നുണ്ട്. ഇത് കറാമത്താണോ സഹോദരന്മാരെ? ഇതാണോ കറാമത്ത്? ഇതാണോ ദ്വാക്ക് ഉത്തരം? ദ്വാ ചെയ്തു, അതിനപ്പം തന്നെ മടവൂര് ഉത്തരം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ആരാണ് ദ്വാക്ക് ഉത്തരം നൽകുന്നവൻ? ആരാണ് ദ്വാക്ക് ഉത്തരം നൽകുക? പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകുന്നവൻ ആരാണ്? നാം പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ചെറിയ മക്കളെപ്പോലും, നമ്മൾ കുഞ്ഞു മക്കളായിരുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ദ്വാ ചെയ്യേണ്ടത് അള്ളാഹുവോടാണ്, ദ്വാക്ക് ഉത്തരം നൽകുക അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനില്
ഒരു ആയത്ത് പോലും അല്ലല്ലാത്തവരോട് ദുആ ചെയ്യുവാന് പ്രാർത്ഥിക്കുവാന് ഒരായത്ത് പോലും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരായത്തിലൂടെ പോലും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി മൊഴിമുത്തുകളിലൂടെ നമുക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന് ഹദീസുകളായിട്ട് ഇന്നും നിലവിലുണ്ട്. ഒരു ഹദീസിലൂടെ പോലും അള്ളാഹുവിന്റെ ഹബീബ് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവർ പഠിപ്പിക്കുന്നതോ, ഇവർ പറഞ്ഞു നടക്കുന്നതോ, ഇവർ പാടി നടക്കുന്നതോ, ആരാണ് ദുആക്ക് ഉത്തരം നൽകുക എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു ചെറിയ വീഡിയോ ശകലം ഇവിടെ ചേർക്കുന്നു. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ള വിധിച്ചതേ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് അള്ളയോട് ചോദിച്ചോളൂ, ആ വിധി എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിന്റെ വഴികളിലൂടെ നടത്താൻ അള്ളാഹുവിനറിയാം. ഇതൊക്കെ തന്നെയാണ് ഇയ്യാക നസ്തഈന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹുവിനോടല്ലാതെ ചോദിക്കരുത്. അതുകൊണ്ടാണ് മഹാന്മാരായ നമ്മുടെ ഉലമാക്കൾ നമ്മളെ ചോദ്യം പഠിപ്പിച്ചിടത്ത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒന്നും റബ്ബനാ ആത്തിന ഫിദ്ദുനിയാ ഹസന, അല്ലാഹുമ്മ, അല്ലാഹുവേ ഞങ്ങളുടെ നാഥ റബ്ബേ എന്ന് വിളിച്ചല്ലാതെ നബിയന ആത്തിന എന്നോ നബിയ രക്ഷിഫ എന്നല്ല അതാപെന്നോ വലിയ രക്ഷിഫ എന്നല്ല അതാപെന്നോ ഒന്നുമുള്ള ഒരു പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആനിൽ എവിടെയും കാണാറില്ല. കേരളത്തിലെ എടുത്തോളൂ, നമ്മുടെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെയോ ബിദ്അത്ത് ജമാഅത്തിന്റെയോ ഒരു പണ്ഡിതനും നബിയനാത്തിന ഫിദ്ദുനിയാ ഹസന എന്ന് ദുആ ചെയ്തിട്ടില്ല, വലിയനാത്തിന ഫിദ്ദുനിയാ ഹസന എന്ന് ദുആ ചെയ്തിട്ടില്ല, നബിയന റബ്ബ ലാ തുസിഗ് ഖുലൂബന എന്ന് ദുആ ചെയ്തിട്ടില്ല, വലിയന ലാ തുസിഗ് ഖുലൂബന എന്ന് ദുആ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ചോദിക്കുന്നത് അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക, മറ്റാരോടും നമ്മൾ ചോദിക്കാതിരിക്കുക. അത് തൗഹീദിന്റെ പരകോടിയാണ്, പരമകാഷ്ഠയാണ്. അത് സാധിക്കുന്നവർക്ക് അത് തന്നെ ധാരാളമാണ്. കാരണം അള്ളയോട് ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല, എന്റെ സ്ഥിതി അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞ ഇബ്രാഹിമിനെ അള്ളാഹ് സഹായിച്ചതാണ് ലോകത്തിലെ സഹായത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? അത്തരം സഹായങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അള്ളാഹുവിന്റെ ഇബാദുകൾ ഭൂമിയിലുണ്ട്. അള്ളാഹു അവരെ സഹായിക്കാറുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഇബാദുകളെ കൊണ്ടാണ് സഹായിപ്പിക്കുക. പക്ഷെ ചോദ്യം ആരോടാണ്? അള്ളയോടാണ്. ഇബാദുകളോട് ചോദിച്ചാൽ അത് ദില്ലത്തിന് കാരണമാണ്. ഇമാം ഷാറാവി, ഇമാം റാസി ഒക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ചോദ്യം നിന്ദ്യത അബദിനോട് ചോദിക്കുമ്പോൾ, ഹൽക്കിനോട് ചോദിക്കുമ്പോൾ നീ നിന്ദ്യനാകുന്നു. അതുകൊണ്ട് നിനക്ക് നിന്ദ്യത വരേണ്ടവനല്ല ഒരു മുഅ്മിൻ. അതുകൊണ്ട് നിന്റെ ചോദ്യം നിന്റെ അള്ളാഹുവിനോട് മാത്രമായിക്കൊള്ളട്ടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എത്ര ലളിതവും സുഗമവുമായ ഒരു ജീവിതം, അനായാസമായ ജീവിതം, എല്ലാത്തിനും തരാൻ സഹായിക്കാൻ നിറഞ്ഞ ഖജനാവുമായി കാത്തിരിക്കുന്ന എൻ്റെ റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന് അർപ്പിക്കേണ്ടതുപോലെ ഇബാദത്ത് അർപ്പിച്ച് എന്നെ അവൻ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തിട്ട് അവനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അവൻ സഹായിക്കും എന്ന ഉറപ്പ് നൽകുന്ന, ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന, ഇത്രയും മനോഹരവും സുന്ദരവുമായ ഒരു സൂക്തം പരിശുദ്ധ ഖുർആനിൽ തന്നെ വേറെയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.